അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ മാസം സമാഗതമാവുകയാണ്. നിരവധി പ്രത്യേകതകളും മഹത്വങ്ങളുമുള്ള മാസമാണ് ദുൽഹിജ്ജ. അതിൽ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദിവസങ്ങളിൽ വെച്ച്, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു. ദിവസങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ടാകുമ്പോൾ തീർച്ചയായും ആ ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾക്കും ശ്രേഷ്ഠതയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരാൾ ഇബാദത്ത് നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി മറ്റൊരു ദിവസത്തെ സൽക്രമങ്ങളുമില്ല എന്ന്. മറ്റേത് സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും, മറ്റേത് ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ഇബാദത്ത് ചെയ്യുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുത്ത് ഈ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റു ദിനങ്ങളോ, ആ 10 ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഉത്തമമായ മറ്റു കർമ്മങ്ങളോ ഇല്ല. അല്ലാഹുവിന്റെ അടുത്ത് അത്രമേൽ ശ്രേഷ്ഠമായതാണ് ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ. എന്നാൽ അതുകൊണ്ട് തന്നെ ആ 10 ദിനങ്ങളിൽ നിങ്ങൾ തഹ്ലീൽ അധികരിപ്പിക്കുക, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അധികരിപ്പിക്കുക. നിങ്ങൾ തക്ബീർ അധികരിപ്പിക്കുക, അഥവാ അല്ലാഹു അക്ബർ എന്നതിനെ അധികരിപ്പിക്കുക. വത്തഹ്മീദ്, തഹ്മീദിനെ അധികരിപ്പിക്കുക, അഥവാ അൽഹംദുലില്ലാഹ് എന്നതിനെ അധികരിപ്പിക്കുക. ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. തഹ്ലീൽ, തക്ബീർ, തഹ്മീദിനെ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, സ്വതക്കകൾ ധാരാളം ചെയ്യുക. ഈ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യുന്ന സ്വതക്കകൾക്കും വലിയ ശ്രേഷ്ഠതകളാണ്. ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 9 വരെ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. ദുൽഹിജ്ജ മാസത്തിൽ തക്ബീറിനെ അധികരിപ്പിക്കുക. അതിൽ തന്നെ ഉളുഹിയത്തിന് അനുയോജ്യമായ മൃഗങ്ങളെ കാണുമ്പോൾ, അത് ചിലപ്പോൾ ഉളുഹിയത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട മൃഗമാവണമെന്നില്ല, പക്ഷേ ഉളുഹിയത്ത് അറുക്കാൻ അനുയോജ്യമായ ഒരു മൃഗത്തെ നമ്മൾ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഉളുഹിയത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ടതോ നിർണയിക്കപ്പെടാത്തതോ ആയ ഉളുഹിയത്തിന് അനുയോജ്യമായ മൃഗങ്ങളെ, ആട്, മാട്, ഒട്ടകങ്ങളെ നമ്മൾ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് പറയുക, അത് പ്രത്യേകം സുന്നത്തുണ്ട്. ബലിമൃഗത്തെ കാണുമ്പോൾ മാത്രമല്ല, അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത വൽ ഫജ്ർ, വൽ ഫജ്ർ എന്ന സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഫിൽ ലയാലിൽ അശ്ർ, ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളിൽ പാരായണം ചെയ്താൽ ഗുഫിറ ലഹു, അയാൾക്ക് അല്ലാഹു മാപ്പ് നൽകപ്പെടുന്നതാണ്. അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്, അയാളുടെ പാപങ്ങളെ പൊറുക്കപ്പെടുന്നതാണ്. വമൻ ഖറഅ സായിറൽ അയ്യാം, മറ്റു ദിവസങ്ങളിലാണ് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുന്നതെങ്കിൽ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, അത് നാളെ ഖിയാമത്ത് നാളിൽ അയാൾക്കത് പ്രകാശമായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക എല്ലാ രാവിലും, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാവുകളിൽ. അതുപോലെ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ്ജ ആരംഭിച്ചതു മുതൽ, ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയത്ത് അറുക്കുന്നതുവരെ താടി, മുടി, നഖം എന്നിവ നീക്കം ചെയ്യാതിരിക്കുക. അത് പ്രത്യേകം സുന്നത്താണ്. നീക്കം ചെയ്യുക എന്നുള്ളത് കറാഹത്തുമാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ സാധ്യമാവണം. ഈ ദിവസങ്ങൾക്ക് ഇത്രമേൽ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം എന്താണെന്നറിയാം? ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾക്ക് ഇത്രമേൽ പവിത്രത കിട്ടാനുള്ള കാരണം
ഇസ്ലാമിലെ അടിസ്ഥാന ആരാധനകളായ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങള്, ഹജ്ജ് എല്ലാം ഇവയിൽ ഒന്നിച്ചു വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. റമദാനിൽ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഹജ്ജില്ലല്ലോ. പക്ഷേ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 എല്ലാം ഒരുമിച്ച് കൂടുകയാണ്. നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, എല്ലാം ഒരുമിച്ച് സമ്മേളിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ഇബാദത്തുകളെ കൊണ്ടും പ്രഭാപൂരിതമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം അമലുകൾ ചെയ്യുക, നല്ലോണം ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.